ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജേക്കയുടെ വീട്ടിലേക്ക് കലിതുള്ളിക്കൊണ്ട് മധുബാല വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രശസ്ത സാഹിത്യകാരനും വക്കീലും കൂടി എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന് കേട്ടല്ലോ. നാറിയ കളി നാട്ടിൽ മുഴുവനും പാട്ടായി. എന്നിട്ട് അഭിമാനിയായ സുമിത്ര ടീച്ചർക്ക് ഇതിന് പ്രശ്നമൊന്നുമില്ലേ? ഇതിനെങ്ങനെ അഭിമാനമുള്ളവർക്കല്ലേ അപമാനം എന്താണെന്ന് മനസ്സിലാവൂ എന്നൊക്കെ മധുബാല അങ്ങനെ വരികയാണ്. എന്നാൽ ജേക്കയ്ക്ക് ദേഷ്യം വന്ന് ജേക്കെ മധുബാലയെ അടിക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും ടീച്ചർ ജേക്കയെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് സുമിത്ര ടീച്ചർ മധുബാലയോട് ചോദിക്കുന്നുണ്ട്, എത്രയോ വർഷങ്ങളായി എൻ്റെ മോനുമായി നീ പിരിഞ്ഞു താമസിക്കുന്നു, എന്നിട്ട് ഇപ്പോഴാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള ഈ വരവ് തുടങ്ങിയത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് പറ, അല്ലാതെ എൻ്റെ മകനെ വെറുതെ വിഷമിപ്പിക്കരുതെന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ പറയാണ്. മധുബാല ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടെ വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, ഇനി ഞാനത് പറയാം. ഇത്രയും കാലം ഞാനും എൻ്റെ ഭർത്താവും അകന്നാണല്ലോ ജീവിച്ചിരുന്നത്. ഉള്ള കാലം ഒരുമിച്ച് ജീവിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ മകൻ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നങ്ങനെ മധുബാല ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, നിന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ട്രെയിനിന് തലവെക്കുന്നതാണെന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, എന്നാ അമ്മയും മകനും പോയി ട്രെയിനിന് തലവെച്ചോ, ഞാനെന്തായാലും ഇങ്ങോട്ടേക്ക് താമസം മാറാനായി പോവുകയാണ്. ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വന്നാൽ എന്നെ ഇറക്കി വിടുമെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇറക്കി വിടാൻ നിങ്ങൾക്കാവില്ല. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനായി വന്ന ഭാര്യയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാൽ ഇവിടെ ചോദ്യം ചെയ്യാൻ നിയമം കോടതിയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണ് അമ്മയുടെ മോന്റെ അഭിപ്രായമെന്ന് മധുബാല അങ്ങനെ ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് എൻ്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ഉപാധി ഉണ്ടാവും. ഇത് നിനക്ക് സാധിച്ചു തരാൻ പറ്റുമോ എന്ന് ജെ.കെ ചോദിക്കുമ്പോൾ മധുബാല ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഉപാധി എന്ന്. ജെ.കെ പറയുന്നുണ്ട്, വയസ്സിൽ മരിച്ചുപോയ നമ്മുടെ മോളെ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? മോളെ എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്ന കാലത്ത് മാത്രമാണ് നിനക്ക് എന്നോടൊപ്പം ജീവിക്കാനായി കഴിയുമെന്ന് ജെ.കെ അങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്. ഇത് കേട്ട് ടീച്ചർക്കും ആകെ വിഷമാവുന്നുണ്ട്. മധുബാല ഇപ്പൊ പറയുന്നുണ്ട്, കേൾക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ തടയാമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ വരും. എനിക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, കാര്യത്തിന് വേണ്ടി നീ ഈ പടി ചവിട്ടില്ല. ഈ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കുമെന്ന് ജെ.കെ അങ്ങനെ പറയാണ്. കാല് തല്ലിയൊടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യേ, ഞാൻ നിങ്ങളെ ജയിലിലിടുമെന്ന് മധുബാലയും തിരിച്ചു പറയുകയാണ്. സുമിത്ര ടീച്ചറാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ഈശ്വര, ഇതെല്ലാം കാണാനും കേൾക്കാനുമാണല്ലോ എന്റെ വിധി എന്നങ്ങനെ പറയുമ്പോൾ ജെ.കെ മധുബാലയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് സംഘർഷം ഉണ്ടാക്കാനായി നീ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും, ഇവിടെ തന്നെ താമസിക്കും. ഇവിടെ താമസിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർച്ചനയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ? ഇതെന്തായാലും നടക്കാൻ പോവില്ലെന്ന് പറഞ്ഞ് മധുബാല അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ജെ.കെയോട് സുമിത്ര ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? അവൾ നിന്റെ ജീവിതം ഇല്ലാതാക്കി. ഇപ്പൊ ഇതാ അർച്ചനയുടെ കൂടെ ജീവിതം അവൾ ഇല്ലാതാക്കുവോ? അവളിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷയുണ്ടാവില്ലല്ലോടാ മോനെ എന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്. ജെ.കെ പറയുന്നുണ്ട്, അതിനുള്ള വഴികളെല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അമ്മയെന്ന് ജെ.കെയും അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ജെ.കെ നേരെ റെഡിയായിക്കൊണ്ട് വക്കീൽ ഓഫീസിലേക്ക് അർച്ചനയെ കാണാനായി വരികയാണ്. അർച്ചനയും ദീപ്തിയും കൂടി ഒരു കേസിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെ.കെ വരുന്നത്. ജെ.കെ കാണുന്നതും അർച്ചന പറയുന്നുണ്ട്, ജെ.കെയോ ഇതെന്താ ഇവിടെ എന്നങ്ങനെ ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഞാൻ അർച്ചനയെ കാണാനായി വന്നതാണ്, എനിക്കൊരു കേസിന്റെ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അർച്ചന വേഗം തന്നെ ജെ.കെയോട് ഇരിക്കാനായി പറയാണ്. ഓപ്പോസിറ്റ് തന്നെ അർച്ചനയും ഇരിക്കുന്നുണ്ട്. ജെ.കെ എന്നിട്ട് പറയുന്നുണ്ട്, കേസിന്റെ കാര്യം ഇവിടെ വന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നതെന്ന് പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ഏത് കേസിന്റെ കാര്യമാണ്? അന്നത്തെ ആ മാനനഷ്ട കേസിന്റെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, അതല്ല, അന്ന് തന്നെ ഞാൻ അത് അർച്ചനയോട് പറഞ്ഞിരുന്നു, അത് ഞാൻ വേറെ ആൾക്ക് കൈമാറിയെന്ന്. എന്നാൽ കേസ് കൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല, അതെവിടെയും എത്തിയില്ല, ഞാൻ അതുകൊണ്ട് ആ കേസ് ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ്. അച്ഛനപ്പ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ വേറെ ഏത് കേസിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത് എന്ന്. ജെ.കെ പറയുന്നുണ്ട്, ഇത് കുറച്ച് ഗൗരവമുള്ള കേസാണ്, അതുകൊണ്ടാണ് ഞാൻ അർച്ചനയുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അർച്ചനയാവുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണല്ലോ. എൻ്റെ ഡിവോഴ്സ് കേസാണ് സംസാരിക്കാനുള്ളത്. എൻ്റെ ഭാര്യ ആരാണെന്ന് അർച്ചനയ്ക്ക് അറിയാലോ. അവളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എൻ്റെ അമ്മ അർച്ചനയോട് പറഞ്ഞിട്ടുണ്ടാവും. പോയ ദാമ്പത്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവാൻ എനിക്ക് വയ്യ. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു. ഇനിയും എൻ്റെ അമ്മയെ ഓർത്ത് എനിക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവില്ല. ദയവ് ചെയ്ത് ഈ ബന്ധം ഒന്ന് ദൂരെ എറിയാനായി എന്നെ സഹായിക്കുമോ? വേദന ഞാൻ സഹിച്ചോളാം, അതെനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ബന്ധം ഇനിയും തുടർന്നു പോയാൽ അതെന്റെ മനസ്സിനൊരു ക്യാൻസറായി ബാധിക്കും. പിന്നീട് ഒരു ചികിത്സ കൊണ്ടും പ്രയോജനമില്ലാതെ വരും എന്നങ്ങനെ ജെ.കെ പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ജെ.കെയും ഭാര്യയും തമ്മിൽ അകന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഇത്രയും കാലം ഡിവോഴ്സ്
ഡിവോഴ്സ് വാങ്ങാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണെന്ന് ദീപ്തി അങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അതിനൊരു കാരണമുണ്ട്. അതിന് എൻ്റെ അമ്മ തന്നെയാണ് കാരണം. ഞാനും അവളും എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോവട്ടെ എന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. തറവാട്ടിന്മേലുള്ള സ്ത്രീ ശാപത്തെ എൻ്റെ അമ്മ ഭയന്നു. പിന്നീട് ഞാനും ആ ചിന്ത ഉപേക്ഷിച്ചു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിന്റെ ശിക്ഷ മുഴുവനും അനുഭവിച്ചത് എൻ്റെ അമ്മയാണ്. മാനസികമായി അവൾ തകർക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്ന സൈക്കോ. അതാണ് മധുബാല. എപ്പോഴും എൻ്റെ അമ്മയാണ് അവളുടെ ഇര. വയസ്സാം കാലത്തെങ്കിലും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കണ്ടേ? നീയും എനിക്ക് വയ്യ. ഇതിനൊരു അവസാനം ഡിവോഴ്സ് തന്നെയാണ്. ഇതിനു വേണ്ടി അർച്ചനെ സഹായിക്കില്ലേ എന്ന് JK അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഡിവോഴ്സ് കേസ് ഞങ്ങൾ ഏറ്റെടുക്കണോ? നിങ്ങൾ മറ്റൊരു വക്കീലിനെ സമീപിക്കുന്നതല്ലേ നല്ലത് എന്ന് പറയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, ഡിവോഴ്സ് കേസിൽ അർച്ചന വക്കീലാണ്, എക്സ്പേർട്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇപ്പോൾ ഡിവോഴ്സ് കേസ് ഒന്നും ഞങ്ങൾ ഏറ്റെടുക്കാറില്ല എന്ന്. JK അപ്പോൾ പറയുന്നുണ്ട്, അർച്ചനെ കൈയൊഴിയരുത്, ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ എനിക്ക് എല്ലാ നിയമവശങ്ങളും നോക്കണം. JK എന്തായാലും ഇപ്പൊ പോകൂ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, അർച്ചനയിൽ നിന്നും നല്ലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞ് JK അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, അവൻ JK അയാളുടെ ഭാര്യയെ കൊണ്ട് അയാൾ ഒരുപാട് സംഘർഷങ്ങൾ നേരിടുന്നുണ്ട്. ഒരു ഭാര്യയെ അയാൾക്ക് ഒഴിവാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്, ഇതിലെന്താണ് ഇത്ര ആലോചിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നതിനു മുന്നേ ഇതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കണ്ടേ ദീപ്തി എന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. അതിനുശേഷം അർച്ചന വക്കീൽ ഓഫീസിൽ നിന്നും ഇറങ്ങി നേരെ JKയുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ എത്തുന്നതും സുമിത്ര ടീച്ചർ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് അർച്ചന കാണുന്നത്. ടീച്ചർക്ക് ഇതെന്തു പറ്റി, മൂഡ് ഓഫ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ എന്ന് അർച്ചന ഇപ്പൊ പറയാണ്. ടീച്ചറുടെ മൂഡ് ഓഫ് മാറ്റാൻ നമുക്കൊരു കീർത്തനം ചൊല്ലിയാലോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അതിനുള്ള മൂഡിലല്ല ഞാനിപ്പോ, മോളിരിക്കെ ഞാനിപ്പോ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട ടീച്ചറെ, വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഇന്ന് JK എന്നെ കാണാൻ വക്കീൽ ഓഫീസിൽ വന്നിരുന്നു. ദുബാലയിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ അർച്ചനയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മധുബാല വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയതെല്ലാം ടീച്ചർ അങ്ങനെ അർച്ചനയോട് പറയാണ്. ടീച്ചർ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഡിവോഴ്സിന് വേണ്ടിയിട്ട് JKനെ കാണാൻ വന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയില്ല മോളെ, മോള് പറഞ്ഞപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഈ കാര്യത്തിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ് മോളെ? ബാല ഇപ്പോഴും നിയമപരമായി JKയുടെ ഭാര്യയാണ്. അവൾ ഇവിടെ താമസിക്കാൻ വന്നാൽ താമസിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ എന്നങ്ങനെ ടീച്ചർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെയും എത്തില്ല. ടീച്ചർക്ക് സമാധാനവും കിട്ടില്ല. രണ്ടുപേർക്ക് ഡിവോഴ്സ് ചെയ്തു പോവാൻ എളുപ്പമാണ്, പക്ഷെ ഒരുമിച്ച് ജീവിക്കാനാണ് പ്രയാസം. സർക്കസ് കൂടാരത്തിലെ അഭ്യാസങ്ങൾ പോലെയാണ് ജീവിതം. എല്ലാ അഭ്യാസങ്ങളും അറിഞ്ഞിരിക്കും വേണം, ക്ഷമയും വേണം. JKയ്ക്കും മധുബാലയ്ക്കും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവരെ ഒരുമിച്ച് കൊണ്ടുപോവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിയാലോ? ഇതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചു നോക്കാം. അവർക്കൊരു മനമാറ്റം ഉണ്ടായാലോ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഞാൻ അവർക്കൊരു ശല്യമാവാൻ പോവില്ല എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെയല്ല ടീച്ചർ, നിങ്ങൾ 3 പേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോഴല്ലേ പരസ്പരം സ്നേഹവും കരുതലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇവര് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കി കൊടുക്കാം. ടീച്ചറുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതിന് മുൻകൈയെടുക്കാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ സുമിത്ര ടീച്ചർക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. കരഞ്ഞുകൊണ്ട് അർച്ചനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മോളെ എന്ന് വിളിക്കുകയാണ് അർച്ചന. അപ്പോൾ സുമിത്ര ടീച്ചറെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ JK അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അർച്ചന JKയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അർച്ചന അങ്ങനെ ഫോണിൽ വിളിക്കുന്നതും അതുവഴി മഞ്ജു വരുന്നുണ്ട്. ഈ രാത്രിയിൽ ചേച്ചി ആരോടാണ് സംസാരിക്കുന്നതെന്ന് മഞ്ജുവിന് അങ്ങനെ സംശയം തോന്നി. അർച്ചന ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. JK ഫോൺ എടുത്ത് എന്താണ് അർച്ചന എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഞാനിപ്പോ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, പറഞ്ഞോളൂ എന്ന് പറയാണ്. അർച്ചന അങ്ങനെ JKയോട് മധുബാലയും JKയും തമ്മിലുള്ള ഡിവോഴ്സ് കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. JK എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചു, ടീച്ചറായിട്ടും ഞാൻ സംസാരിച്ചു. അതിൽ ഒരു കോംപ്രമൈസ് നമുക്ക് നടത്തിക്കൂടെ? ടീച്ചർക്ക് ഈ കാര്യത്തിൽ എതിർപ്പില്ല, അനുകൂല മനോഭാവമാണെന്നാണ് എനിക്ക് തോന്നിയത്.
എന്നങ്ങനെ അർച്ചന ജെയ്ക്കയോട് പറയാണ്. അപ്പോഴേക്കും മഞ്ജു അവിടെ നിൽക്കുന്നത് അർച്ചന കാണുന്നുണ്ട്. മഞ്ജു ഇപ്പൊ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, അർച്ചനേച്ചിയും ജെയ്ക്കയും തമ്മിലുള്ള കല്യാണ കാര്യങ്ങളെ കുറിച്ചാണോ ഇവര് സംസാരിക്കുന്നത്? ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മഞ്ജു വേഗം അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് അർച്ചന ജെയ്ക്കയോട് പറയുന്നുണ്ട്, ഞാൻ മധുബാലയോട് സംസാരിക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാം. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. ടീച്ചർക്ക് നല്ല വിഷമമുണ്ട്. വിഷമം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം. ഇത് ടീച്ചർക്കും സന്തോഷമാവുമെന്ന് പറയുമ്പോൾ ജെയ്ക്കെ പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ അർച്ചനയ്ക്ക് ശുഭപ്രതീക്ഷയുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അർച്ചന വേണ്ടതുപോലെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. രുക്കു ആണെങ്കിൽ അച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഒറ്റയ്ക്ക് അങ്ങനെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു വേഗം വന്ന് രുക്കുവിനോട് അച്ചു വന്നോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, വന്നിട്ടുണ്ടെങ്കിൽ അച്ചുവിനെ ഇവിടെ കാണില്ലേ? അവൻ ഇതുവരെ എത്തിയിട്ടില്ല. പോലീസുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് കാര്യം? എനിക്ക് അതിന്റെ ഒരു മേന്മയും ഇവിടെ കിട്ടുന്നില്ല എന്നെല്ലാം രുക്കു തന്റെ സങ്കടം അങ്ങനെ മഞ്ജുവിനോട് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, രുക്കു, ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് പറഞ്ഞ് മഞ്ജു വേഗം പോയി റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഈ പറയുന്നത് ഇവിടെ ആരും അറിയരുത്, എന്നെ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കും. കിൽ മാഡം ആരോടോ രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നു. അതുവഴി ചെന്നതുകൊണ്ടാണ് ഇത് കേട്ടത്, അല്ലെങ്കിൽ ഇത് ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. ചേച്ചി രാത്രിയിൽ ജെയ്ക്കയുമായിട്ടാണ് രഹസ്യ വർത്തമാനം. ഇരിയും കളിയും അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നല്ലതുപോലെ കേൾക്കാൻ പറ്റിയില്ല. ഒരു കാര്യം മനസ്സിലായി, ജെയ്ക്കയും അർച്ചനേച്ചിയും നല്ല ലോക്യത്തിലാണ്. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, ഇത് സത്യമാണോ എന്നറിയില്ല, കല്യാണക്കാര്യമാണ്. അങ്ങനെ മഞ്ജു പറയുമ്പോൾ രുക്കു ഞെട്ടിത്തരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കല്യാണക്കാര്യമോ? ആരുടെ കല്യാണക്കാര്യം എന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ജെയ്ക്കയും ചേച്ചിയും തമ്മിലുള്ള കല്യാണക്കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ജെയ്ക്കയുടെ അമ്മ ഇതിന് അനുകൂലമാണെന്ന് പറയുമ്പോൾ അവര് തമ്മിലുള്ള കല്യാണക്കാര്യം തന്നെ ആയിരിക്കുമല്ലോ. പറഞ്ഞപ്പോ ചേച്ചിയുടെ ഭാവം ഒന്ന് കാണണമായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയമായത്. അങ്ങനെ മഞ്ജു പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും ചേച്ചി? അയാളുടെ ഭാര്യ ഇപ്പോഴും ഉണ്ടല്ലോ. നിയമപരമായി അവര് ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അർച്ചനേച്ചിയും ജെയ്ക്കയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കല്യാണം കഴിക്കാതെയും ഇപ്പൊ കുറെ പേർ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ ചേച്ചി? ഈ വിഷയത്തിന്റെ നൂലാമാലകൾ അറിയാത്ത ആളൊന്നുമല്ലല്ലോ. അയാളുമായിട്ടുള്ള ബന്ധം തുടരാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ആ വാടക വീട് അയാൾക്ക് എടുത്തു കൊടുത്തതെന്ന് ഇപ്പോ നമുക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? ചേച്ചി ബന്ധം തുടരുന്നത് ഈ കുടുംബത്തിന് എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാക്കും. ഇങ്ങനെ പോയാൽ ചിന്നുവിന്റെ കല്യാണം പോലും നടക്കത്തില്ല. ആള് ശരിയല്ലെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്നുവിന് പിന്നീട് നല്ലൊരു ബന്ധം കിട്ടുമോ? എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അയാളും ചേച്ചിയും തമ്മിലുള്ള കണ്ണുകെട്ടിക്കളി ഞാൻ എന്തായാലും അവസാനിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. പിന്നീട് ജെയ്ക്കയും സുമിത്ര ടീച്ചറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ടീച്ചർ അങ്ങനെ ജെയ്ക്കയോട് ചോദിക്കുന്നുണ്ട്, അല്ല, എന്താണ് നിന്റെ തീരുമാനം? എന്താണ് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജെയ്ക്കെ പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇത്രയും പാവമാവാൻ പാടില്ല. അർച്ചന വന്ന് അമ്മയെ കണ്ടിരുന്നുവല്ലേ? അതുപോലെ അമ്മയോട് ചെയ്ത ക്രൂരതകൾ ആലോചിക്കുമ്പോൾ വീണ്ടും എങ്ങനെ അമ്മയ്ക്ക് അവളെ മരുമകളായി കാണാൻ തോന്നുന്നു? അമ്മയ്ക്ക് മനസ്സുഖം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ടീച്ചർ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്, മോനെ, എനിക്ക് നീ ഈ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് മനസ്സുഖം കിട്ടുന്നത് എന്ന് പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.